ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ്. എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ. നമ്മൾ ക്ലീനിങ് ടിപ്സാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീഡിയോയിൽ ഇതുപോലെ ഇഞ്ചി ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് ഇഞ്ചി എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലീനിങ്ങിലുള്ള സൊല്യൂഷൻ തയ്യാറാക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ക്ലീനിങ് ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സുഗന്ധം നിറയ്ക്കാനും അതുപോലെ തന്നെ പ്രാണികളുടെ ശല്യം ഉണ്ടാകാതിരിക്കാനും പല്ലി, പാറ്റ, ഈച്ച, കൊതുക്, പ്രാണികൾ അങ്ങനെയൊക്കെ ഉള്ളത് പോകാനും ഒക്കെ വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീട്ടിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാനും ഈ ഒരു ടിപ്പ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്കിനി എന്താണെന്ന് വീഡിയോയിലേക്കൊന്ന് പോയി നോക്കാം. അപ്പം ഞാനിവിടെ അതിൽ നിന്നും കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി എടുത്ത് ഇതുപോലൊക്കെ നമുക്ക് തൊലി കളയാതെ തന്നെ ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം നിങ്ങൾക്ക് എന്തുമാത്രം വേണോ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു വലിയൊരു പീസ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾന്ന് കൊടുത്തതിൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഞാനിവിടെ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം ഫുള്ളും. അപ്പോൾ ഇഞ്ചി ഇവിടെ ഞാനൊന്ന് ഇതിനകത്തേക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊന്ന് അരിഞ്ഞെല്ലാം ഫുള്ളും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തുള്ളി വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം ഇത് മിക്സിയിൽ നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം ഞാനിവിടെ നിന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ നിന്ന് നല്ലപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തത്. അപ്പോൾ ഇനി ഒരു 1/2 ഗ്ലാസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം തന്നെ നമുക്ക് ആ ഇഞ്ചിയുടെ ഒരു നല്ല സ്മെല്ലാണ് നമുക്കിവിടെ കിട്ടുന്നത്. നല്ലൊരു മണം ഉണ്ടല്ലോ ഇഞ്ചിയുടെ, അതാണിവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് നമ്മളൊരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിന് നമ്മൾ പാത്രങ്ങളൊക്കെ നല്ല പോലെയൊക്കെ വെട്ടിത്തിളങ്ങാനും ഒക്കെ ഇത് വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീട്ടിലുള്ള ഒരു ഐറ്റമാണ് കോൾഗേറ്റിൻ്റെ പേസ്റ്റ്. അപ്പോൾ നമുക്ക് ആ പേസ്റ്റ് കൂടി ഇതിലേക്ക് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. ഇതേപോലെ തീരാറായ നിങ്ങളുടെ കയ്യിൽ കാലി കവർ ഉണ്ടെങ്കിൽ അത് നല്ലപോലെ നീക്കി നമുക്ക് കുറച്ചെടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്തതിന് ശേഷമാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു കവറിനകത്തുനിന്ന് നമുക്ക് കിട്ടും. ഇതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് പുതിയ പേസ്റ്റ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. അപ്പം ഞാനിവിടെ ഇതിൽ നിന്ന് കുറച്ച് ഇതുപോലൊക്കെ എടുത്തിട്ടുണ്ട്. ഇത്രയും മാത്രം നമുക്ക് മതി, ഒത്തിരി ഒന്നും വേണ്ട. ഇനി ഇതുകൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ പേസ്റ്റ് കൂടി ഇട്ട് നന്നായിട്ട് ഇതിനകത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഇതുകൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പാത്രങ്ങൾക്കാണെങ്കിലും അതുപോലെ നമ്മൾ എന്തൊക്കെയാണോ ക്ലീൻ ചെയ്യുന്നത് അതിനൊക്കെ നല്ലൊരു തിളക്കം കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ അഴുക്കൊക്കെ പെട്ടെന്ന് പോകാനും പറ്റും. അത് മറ്റൊന്നുമല്ല, നമ്മുടെ വീട്ടിലുള്ള ഒരു ഉജാലയാണ്. വെറും 10 രൂപ മാത്രം. ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാനിത് കാണിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസം മാത്രമേ ആയുള്ളൂ. ആ ഒരു വീഡിയോയ്ക്ക് എനിക്ക് നല്ല സപ്പോർട്ടാണ് കിട്ടിയത്. അതിന് ഒത്തിരി എല്ലാവർക്കും താങ്ക്സ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലെ വെറും 10 രൂപ മാത്രം നമ്മൾ കൊടുത്താൽ മതി, നമുക്ക് ഉജാല കിട്ടും. വെണ്മയ്ക്ക് വളരെയധികം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഐറ്റമാണിത്. പണ്ട് കാലങ്ങൾ തൊട്ടേ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതുകൂടെ ഇതിലേക്ക് ഒരു തുള്ളി നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിന് ശേഷം നമുക്കൊന്നുകൂടെ ഒന്ന് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 തുള്ളി വീണു, ഒറ്റ തുള്ളിയുടെ ആവശ്യമേ ഉള്ളൂ, കണ്ടില്ലേ. ഇനി ഇത് നമുക്ക് നമ്മുടെയൊക്കെ വീടുകളിൽ കാലിയായിട്ടുള്ള സ്പ്രേ ബോട്ടിലുണ്ടാവുമല്ലോ. സ്പ്രേ ബോട്ടിലില്ല എങ്കിൽ നമുക്ക് സാധാ ഒരു കുപ്പിയിൽ 3-4 ഹോളിട്ടതിന് ശേഷം അതിൻ്റെ അടുപ്പിൽ കുറച്ച് ഹോളിട്ടതിന് ശേഷം നമുക്ക് അതിലാണെങ്കിലും ഒഴിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിതൊരു സ്പ്രേ ബോട്ടിലേക്കൊന്ന് ആക്കാൻ പോവാണേ. അപ്പം ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിലേക്കൊന്ന് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് എവിടെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നൊന്ന് കാണിക്കാം. ഫസ്റ്റിൽ ഞാൻ ഈ സിങ്ക് ഒന്ന് ക്ലീൻ ചെയ്ത് നിങ്ങളെ കാണിക്കാം. അത് നമുക്ക് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് ഇതുപോലെ കൊടുത്തതിന് ശേഷം, അതുപോലെ തന്നെ നമ്മുടെ പൈപ്പിൽ ഒക്കെ ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വാഷ് ചെയ്യാവുന്നതാണ്.
നല്ലൊരു, അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ പല്ലി പാറ്റ ഇതിൻ്റെയൊക്കെ ശല്യം ഉണ്ടാവാറുണ്ട് രാത്രി കാലങ്ങളിൽ. അപ്പോൾ ഈ ഒരു ഇഞ്ചിയുടെ ഈ ഒരു നല്ല സ്മെല്ല് കാരണം ഈ ഒരു പല്ലി പാറ്റ ഈച്ച പ്രാണികളെ ഇതൊന്നും വരില്ല. അതുപോലെ തന്നെ നമ്മുടെ സിങ്കും ക്ലീൻ ആയിട്ടിരിക്കും. നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇതിൽ ഒരു തുള്ളി ഇതുപോലൊക്കെ ഇവിടെ ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലും വളരെ നല്ലതായിരിക്കും. കാരണം ഈ ഒരു ഇഞ്ചിയുടെ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ ഈ പല്ലിക്കും പാറ്റയ്ക്കും ഒന്നും പിടിക്കത്തില്ല. അപ്പോൾ പിന്നെ അത് തിരിഞ്ഞു പൊക്കോളും. അതുടനെ ഒന്നും ഈ ഒരു സിങ്കിൻ്റെ അടുത്തോട്ട് വരത്തില്ല. ഇപ്പം നിങ്ങളെ ഞാനിതൊന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം. പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പൈപ്പ്, അതുപോലെ തന്നെ നമുക്കിത് ബാത്റൂമിനൊക്കെ ക്ലീൻ ചെയ്യാനും ക്ലോസറ്റ് ക്ലീൻ ചെയ്യാനും ഒക്കെ വളരെ യൂസ്ഫുള്ളാണ്. അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ക്ലോസറ്റിൽ എന്തെങ്കിലും അഴുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇതിട്ട് നമ്മൾ തറയൊക്കെ ഫ്ലോറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും കിട്ടുന്നത്. ഇപ്പം തന്നെ കണ്ടില്ലേ ഈ ഒരു പൈപ്പിൻ്റെ ഒരു കളർ കണ്ടില്ലേ. ഇനി എന്താ ഞാനിതൊന്ന് ക്ലീൻ ചെയ്ത് നിങ്ങളെ കാണിക്കാം. കണ്ടില്ലേ, വെറുതെ നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു സ്റ്റീൽ സ്ക്രബ്ബറോ അല്ലെങ്കിൽ അല്ലാതുള്ള ഒരു സ്ക്രബ്ബറോ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് ലൈറ്റായിട്ട് ചെയ്ത് കൊടുത്താൽ മതി. നല്ല പോലൊക്കെ വെട്ടിത്തിളങ്ങും. അതിൻ്റെ കൂടെ ഉജാലയാണെങ്കിലും പേസ്റ്റ് ആണെങ്കിലും ക്ലീനിങ്ങിന് വളരെ യൂസ്ഫുള്ളാണ്. ഇനി ഞാൻ എൻ്റെ ഒരു കിച്ചണിലെ ഒരു ഗ്യാസ് സ്റ്റവ് ഞാനൊന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം. ഇതേപോലെ കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു പഴയ കോട്ടൺ തുണി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കാവുന്നതാണ്. അതിനിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇപ്പോൾ ഇതിൽ അഴുക്കുണ്ടായിരുന്നതാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. കണ്ടില്ലേ, ഇതേപോലെ ചെറിയ സ്പ്രേ ബോട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. കണ്ടില്ലേ, അതേപോലെ നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളിൽ കറി തുരുമ്പ് വഴുക്കും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ലിക്വിഡ് നിങ്ങൾ ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്യുവാണെങ്കിൽ നല്ല പോലൊക്കെ ക്ലീനായി നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം കൂടി നിങ്ങളെ ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം. ഇപ്പം ഞാനിവിടെ കുറച്ച് അഴുക്കായിട്ടുള്ള ഒരു ചരുവമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ ഒരു കപ്പും എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങളെ ഞാനൊന്ന് കഴുകി കാണിക്കാം. ഫസ്റ്റ് നമ്മൾ ഇതിലേക്ക് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ അത് വെച്ച് കഴുകുക, അതല്ലെങ്കിൽ അല്ലാതുള്ള സ്ക്രബ്ബർ വെച്ചിട്ട് കഴുകാവുന്നതാണ്. ഇപ്പം നമുക്ക് കാണാൻ പറ്റും ആ പാത്രത്തിൻ്റെ ആ ഒരു തിളക്കം. നമ്മൾ മേടിക്കുമ്പോൾ എങ്ങനെയാണോ ഇരുന്ന് ആ ഒരു തിളക്കം നമ്മുടെ പാത്രത്തിന് കിട്ടുന്നതായിരിക്കും. അതിന് ഞാനിതൊന്ന് കഴുകി കാണിക്കാം നിങ്ങളെ. കണ്ടില്ലേ, ഒരു പുത്തം പോലെ ആയിട്ടില്ല. പെട്ടെന്ന് നമുക്ക് അധികം ടൈമൊന്നും എടുക്കാതെ തന്നെ ഒരു മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റും. അതുപോലൊക്കെ തന്നെ ഞാനിവിടെ കപ്പ് നിങ്ങളെ ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം. അതുപോലൊക്കെ തന്നെ നമ്മുടെ വാഷ് ബേസിന്, സിങ്ക്, ഇതെല്ലാം നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാം. അതുപോലൊക്കെ തന്നെ നിങ്ങളുടെ ഈ ഒരു ബാത്റൂമിൻ്റെയൊക്കെ ആ ഒരു ഭിത്തി ഉണ്ടല്ലോ, അവിടെ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിനകം മാത്രം ഒന്ന് ക്ലീൻ ചെയ്ത് നിങ്ങളെ കാണിക്കാം. കണ്ടില്ലേ, നല്ലൊരു തിളക്കമില്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലൊക്കെ തന്നെ നമ്മുടെ ആ കിച്ചണിലെ ആ ഒരു ഇതുപോലുള്ള ബോളൊക്കെ ഇല്ലേ, ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടില്ലേ, അതുപോലെ തന്നെ നമുക്ക് ബാത്റൂമിൻ്റെയും ചെയ്യാൻ പറ്റും. അപ്പം ഞാനിവിടെ കാണിക്കുന്നില്ല. ഇപ്പോൾ ഇതൊന്ന് നിങ്ങളെ ഒന്ന് ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, അതേപോലെ തന്നെ നമ്മൾ നോൺ വെജ് ഐറ്റംസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ ഈച്ച കൊതുവൊക്കെ വന്നിരിക്കാറുണ്ട് ഇല്ലേ. പ്രത്യേകിച്ച് ഈച്ച വലിയൊരു ശല്യമാണ്. ഈച്ച പ്രത്യേകിച്ചും പലതരത്തിലുള്ള രോഗങ്ങളാണ് പരത്തുന്നത്. അപ്പം പ്രധാനമായിട്ടും നമുക്ക് നമ്മുടെ ഇതേപോലെ കുറച്ചൊന്ന് ഡൈനിങ് ടേബിളിൻ്റെ പുറത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ടവല് വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. ഇതേപോലൊക്കെ അതുപോലെ ചിക്കനും മട്ടനും അതുപോലെ തന്നെ നോൺ വെജും വെജും ഒക്കെ കഴിച്ചു കഴിഞ്ഞാലും ഇതുപോലൊക്കെ നമുക്ക് ഈച്ച ശല്യം ഉണ്ടാവാറുണ്ട്. ഈച്ച പലതരത്തിലുള്ള രോഗങ്ങൾ പരത്തുന്ന ഒന്നാണ്. കോളറ അതുപോലെ പല രോഗങ്ങളും ഇത് പരത്തും. അതുപോലെ തന്നെ ആഹാര സാധനങ്ങളിലൊക്കെ ഇത് കയറി ഇരുന്ന തന്നെ നമുക്ക് കഴിക്കാനും തോന്നില്ല.
അപ്പോൾ ഈ ഒരു ടിപ്പ് ആ ഒരു ഇഞ്ചിയുടെ ആ ഒരു സ്മെല്ലും കോൾഗേറ്റിൻ്റെ സ്മെല്ലും എല്ലാം കൂടെ ആവുന്നുണ്ടെ ഒരു കാരണവശാലും പിന്നെ ഈച്ച വരത്തില്ല. അപ്പോൾ നിങ്ങൾ ഡൈനിങ് ടേബിളും ഒക്കെ ഇതുപോലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്ലോർ ക്ലീൻ ചെയ്യാനും നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് വെള്ളത്തിലേക്ക് ഇതൊരു തുള്ളി ഒന്ന് ഇട്ടതിന് ശേഷം ഫ്ലോർ ക്ലീൻ ചെയ്യുവാണെങ്കിൽ പ്രാണികളൊന്നും വരത്തില്ല. അതുപോലെ തന്നെ ഈച്ച, കൊതുക്, അങ്ങനെയുള്ള പല്ലി, പാറ്റ അതൊന്നും വരത്തില്ല. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.